വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാനൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ദേ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ വെച്ചിട്ടൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഞാൻ നല്ലോണം അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം അല്ലെങ്കിൽ ചെറുതായി അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെറുതായി അരിയാം, തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട്. ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം. ആ കറിവേപ്പില നല്ലോണം അങ്ങനെ കൈ കൊണ്ട് തിരുമ്മി കൊടുക്കാം. എന്നിട്ട് അതങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ അതിലേക്കൊന്ന് കുറച്ച് നാളികേരം ഒന്ന് ഒതുക്കണം. തോരനാണ് വെക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ തോരനെ ഒതുക്കണ മാതിരി ഒന്ന് ഒതുക്കിയെടുക്കാം. നമ്മൾ തോരൻ ഉണ്ടാക്കി തുടങ്ങാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 2-3 ചെറിയ ഉള്ളി ചതച്ചതും ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വാടിയിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകൊക്കെ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും സവാളയും തിരുമ്മി വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ചെയ്യാണ് നല്ലത്. കുറച്ച് നേരമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലോണം അങ്ങനെ വെള്ളം വരും. പക്ഷെ ആ വെള്ളം വെള്ളം മതി. അത് വേറെ വെള്ളമൊന്നും നമുക്കിനി ഇതിലേക്ക് ഒഴിക്കേണ്ട. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. നമുക്ക് ഉണ്ട് അതിലുള്ള ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് പെട്ടെന്ന് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഈ കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തതും കൂടിയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമ്മളതൊന്ന് വകഞ്ഞു മാറ്റി നമ്മൾ ഒതുക്കി വെച്ച നാളികേരം ഒന്ന് കറക്കിയെടുത്തില്ലേ മിക്സിയിൽ പച്ചമുളക് ഇട്ടിട്ട്, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ഇതേപോലെ തോരനൊക്കെ നമ്മൾ ചെയ്യണ പോലെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ 1 മിനിറ്റും കൂടി ഒരു ആവി കയറ്റി എടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ആ നാളികേരും ആ കുമ്പളങ്ങയൊക്കെ കൂടി നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കലർത്തിയിട്ട് നല്ലൊരു തോരനാണ് കേട്ടോ അത്. നമ്മൾ കുമ്പളങ്ങയൊന്നും ഇപ്പോൾ തോരനൊന്നും വെച്ചിട്ട് ആർക്കും അങ്ങനെ അറിയില്ല. അപ്പം നമ്മൾ എപ്പോഴും കുമ്പളങ്ങ നമ്മൾ കൂട്ടാനും ഒക്കെ അല്ലേ വയ്ക്കുക. മോര് കറി പരിപ്പിലിട്ടിട്ട് അങ്ങനെയൊക്കെ പച്ചടി അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ തോരനൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. നമുക്ക് എപ്പോഴും ഓരോ തരത്തിലും ഓരോന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. പച്ചക്കറിയല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഉപ്പൊക്കെ പാകമാണ്. നമ്മൾ നേരത്തെ കുമ്പളങ്ങയിൽ മാത്രമാണ് നമ്മൾ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് തന്നെ തിരുമ്മി വെച്ചത്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നല്ല ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു നേരം ഇപ്പം ഇങ്ങനെ ഒരു തോരൻ വെച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.